നമസ്കാരം, ഞാൻ ഡോക്ടർ ഷഹന. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ആണിരോഗത്തെക്കുറിച്ചാണ്. നല്ല വേദനയുള്ള കട്ടിപ്പുള്ള സ്കിൻ കണ്ടീഷനെയാണ് ആണി എന്ന് പറയുന്നത്. ഇത് സാധാരണയായിട്ട് കോൺസ്റ്റന്റ് ആയിട്ടുള്ള ഫ്രിക്ഷനോ അല്ലെങ്കിൽ പ്രഷറോ കൊണ്ടാണ് ഉണ്ടാവുന്നത്. കാലിലാണ് കൂടുതലായിട്ടും ആണി കാണപ്പെടാറുള്ളത്. കല്ല്, അതായത് ഇറഗുലർ ആയിട്ടുള്ള ഷേപ്പുള്ള കല്ലുകൾ, അതുപോലെ തന്നെ നമുക്ക് കറക്റ്റായിട്ട് ഫിറ്റ് ആവാത്ത ഷൂസൊക്കെ ഇടുന്ന ആളുകൾക്കാണ് കൂടുതലും ആണി കാലിൽ കണ്ടുവരാറുള്ളത്. കൂടുതലായിട്ടും നമ്മുടെ കാലിലെ തള്ളവിരലിന്റെ താഴ്ഭാഗത്തും അതുപോലെ തന്നെ സൈഡിലും ആണ് കണ്ടുവരാറുള്ളത്. 3 ടൈപ്പ് ആണി രോഗങ്ങളാണുള്ളത്. ഹാർഡ് കോൺസ്, ഹെലോമ ഡ്യൂറം എന്നതിനെ പറയും. ചെറിയ ഡെൻസ് ആയിട്ടുള്ള വേദനയുള്ള ആണി. ഇതിനൊരു സെൻട്രൽ കോർ ഉണ്ടായിരിക്കും, അതായത് ഒരു സെന്റർ ഉണ്ടായിരിക്കും. ഇത് സാധാരണയായിട്ട് കാലിലെ തള്ളവിരലിന്റെ സൈഡിലും അതുപോലെ തന്നെ മുകളിലും ഒക്കെ ആയിട്ടാണ് കാണാറുള്ളത്. രണ്ടാമത്തത് സോഫ്റ്റ് കോൺസ് ആണ്. ഇതിനെ ഹെലോമ മോളി എന്നും പറയും. ഇതൊരു റബ്ബറി ആയിട്ടുള്ള വൈറ്റിഷ് ഗ്രേ ആയിട്ടുള്ള ഒരു കോണാണ്. സാധാരണയായിട്ട് തള്ളവിരലിന്റെ ഇടയിലായിട്ടാണ് കാണുക. തള്ളവിരലുമ്മ തന്നെ ആയിരിക്കും, പക്ഷെ വിരലിന്റെ ഇടയിലായിട്ടുള്ള ഭാഗം ഉണ്ടല്ലോ, അവിടെയാണ് കാണുക. ഒരു ഇൻഫെക്ഷൻ കൊണ്ടൊക്കെ ആയിരിക്കും അത് ഉണ്ടാവുന്നത്. മൂന്നാമത്തത് സീഡ് കോൺസ് ആണ്. ചെറിയ ചെറിയ ആണികളായിരിക്കും, കുറേ ഇങ്ങനെ ചെറിയ ആണികളായിരിക്കും. അത് യൂഷ്വലി കാലിൻ്റെ അടിയിലായിരിക്കും, അതായത് കാൽപാദത്തിൻ്റെ അടിയിലായിരിക്കും ഉണ്ടാവുക. ട്രീറ്റ്മെൻറ്റ് എടുക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കാനുള്ളത് സ്വന്തമായിട്ട് അതിനെ ട്രീറ്റ് ചെയ്യാൻ ശ്രമിക്കാതിരിക്കുക. സെൽഫ് സർജറി, സെൽഫായിട്ട് കട്ട് ചെയ്യുക, ഇങ്ങനെയൊന്നും ചെയ്യാതിരിക്കുക. ഡോക്ടറെ കൺസൾട്ട് ചെയ്യുക, മെഡിക്കേഷൻസ് എടുക്കുക. ഡയബറ്റിക് ആയിട്ടുള്ള ആളുകൾ പ്രത്യേകിച്ചും ഈ കോണിനെ സ്വന്തമായിട്ട് കട്ട് ചെയ്ത് കളയാനോ അതിന് വേറെ മരുന്നുകൾ വെക്കാനോ ശ്രമിക്കാതിരിക്കുക. സിക് ആസിഡ് പോലെയുള്ള മരുന്നുകൾ വെച്ച് കഴിഞ്ഞാൽ ഡയബറ്റിക് ആയിട്ടുള്ള ആളുകളിൽ മുറിവ് വരാനുള്ള സാധ്യതകൾ കൂടുതലാണ്. പിന്നെ അത് ഉണങ്ങി കിട്ടാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. സർക്കുലേഷൻ കുറവുള്ള ആളുകളിലും ഇങ്ങനത്തെ പ്രോസസ്സൊന്നും സ്വന്തം ചെയ്യാതിരിക്കുക. അത് അൾസേഴ്സ് ആയി കഴിഞ്ഞാൽ പിന്നെ മാറാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ആണിരോഗം വന്നു കഴിഞ്ഞാൽ അതിനുള്ള ഓയിൻമെൻറ്റ്സ് ആണെന്നുണ്ടെങ്കിലും സർജിക്കൽ പ്രൊസീജിയേഴ്സ് ആണെന്നുണ്ടെങ്കിലും എല്ലാം ഉണ്ട്. സ്വന്തം ചെയ്യാതെ ഡോക്ടറായിട്ട് കൺസൾട്ട് ചെയ്തതിന് ശേഷം ഏത് ടൈപ്പാണെന്നൊക്കെ നോക്കിയതിന് ശേഷം കറക്റ്റായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് എടുക്കുക. താങ്ക് യു.